വിശാഖപട്ടണത്ത് നിന്ന് ട്രെയിൻ മാർഗം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 17 കിലോ കഞ്ചാവ് പിടികൂടി. ചാലക്കുടി പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട പശ്ചിമബംഗാൾ സ്വദേശി അറസ്റ്റിൽ. മുള്ളൂർക്കര കൊടക്കാടിക്കാവ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ചേലക്കര പങ്ങാരപ്പള്ളിയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പുള്ളിമാൻ ചത്തു. കരുവന്നൂർ വലിയ പാലത്തിൽ നിന്നും പുഴയിൽ ചാടി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കുരുമ്പിശ്ശേരി സ്വദേശി ഹരികൃഷ്ണനാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ ഹിപ്നോട്ടിസം ചെയ്ത് 4 വിദ്യാർത്ഥികൾ ബോധരഹിതരായി. പുല്ലൂറ്റ് വി കെ രാജൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് യൂട്യൂബിൽ നോക്കി ഹിപ്നോട്ടിസം പരീക്ഷിച്ചത്. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ പലചരക്ക് കട കുത്തി തുറന്ന് മോഷണം. 20,000 രൂപ കവർന്നു. വാർത്തകൾ വിശദമായി. വിശാഖപട്ടണത്ത് നിന്ന് ട്രെയിൻ മാർഗം വിൽപ്പനയ്ക്കായി ചാലക്കുടിയിലേക്ക് കൊണ്ടുവന്ന 17 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാൾ സ്വദേശി അജീബുർ ഷെയ്ഖിനെ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചാലക്കുടി സബ് ഇൻസ്പെക്ടർ ആൽബിൻ തോമസ് വർക്കിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു. 2 ബാഗുകളിലായി 8 പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. പിടിയിലായ യുവാവ് അങ്കമാലി ഭാഗത്തെ കറിമസാല നിർമ്മാണ കേന്ദ്രത്തിൽ നേരത്തെ ജോലി ചെയ്തിട്ടുണ്ട്. തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയ ഇയാൾ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് വാങ്ങി ആവശ്യക്കാർക്ക് എത്തിക്കുന്ന കണ്ണിയായി പ്രവർത്തിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മുള്ളൂർക്കര കൊടക്കാടിക്കാവ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രിയാണ് കാട്ടാന ഇറങ്ങിയത്. 2 ഏക്കർ കൃഷിയിടത്തിലെ തെങ്ങ്, കവുങ്ങ്, നേന്ത്രവാഴ എന്നിവ ഉൾപ്പെടെയുള്ള വിളകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചാണ് ആനകളെ തുരത്തിയത്. പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന രഘുനാഥ്, രാകേഷ് എന്നീ യുവ കർഷകരുടെ ഓണത്തിന് വിളവെടുക്കേണ്ട ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കർഷകരുടെയും പ്രദേശവാസികളുടെയും ആശങ്കകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് പറഞ്ഞു. ജനവാസ മേഖലയിലെത്തുന്ന വന്യമൃഗങ്ങളെ തടയുന്നതിനുള്ള നടപടികൾ അധികൃതർ ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമ്മൾ ആനകൾ സമീപ പ്രദേശത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് താമസിക്കുന്ന ആളുകൾ ഇൻഫോർമേഷൻ തരികയാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരറിയിക്കുക. അവർ വളരെ അടിയന്തരമായി എത്തിച്ചേരാറുണ്ട്. പിന്നെ നമുക്കറിയാം, അവർ വന്നാലും പടക്കൊക്കെ പൊട്ടിച്ച് അവരെ ഒടിച്ച് മാറ്റാനല്ലാതെ വേറെ നമുക്ക് സൊല്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വാച്ചർമാരെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദിവസം അല്ലെങ്കിൽ സ്ഥിരമായി ഇറങ്ങുന്ന മേഖലയല്ല. എന്നാൽ കൃഷി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ കൃഷിയൊക്കെ വിളവെടുക്കുന്ന ആ അവസ്ഥയിലെത്തുമ്പോഴാണ് അവരുടെ ശല്യം വർദ്ധിക്കുന്നുമുണ്ട്. കർഷകരെ സംബന്ധിച്ച് വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണുള്ളത്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 മണിയോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഇതിനടുത്തുള്ള പ്രദേശത്ത് ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവിടെ താമസിക്കുന്ന വീടുകളിലുള്ള ആൾക്കാർ ഇവിടേക്ക് മാറി താമസിക്കുകയായിരുന്നു ഇന്നലെ. അപ്പോൾ അവർ ഏകദേശം ഒരു 12 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇങ്ങനെ വാഴയിൽ ആന ഇറങ്ങിയിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കാണ്ട് ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന് ഇതാക്കിയപ്പം അവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് കിടക്കുന്നതിനിടയിലാണ് ആന തൊട്ടടുത്താണ് നിന്നിരുന്നത്. ഞങ്ങൾ കണ്ടില്ല മുതൽ. ചേലക്കര പങ്ങാരപ്പള്ളിയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പുള്ളിമാൻ ചത്തു. ഒരു മാനിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് അയച്ചു. കണ്ടംകുളം പ്രദേശത്തെ ജനവാസ മേഖലയിലെ എത്തിയ മാനുകളെയാണ് നായ്ക്കൾ ആക്രമിച്ചത്. കുളത്തിൽ ചത്തുകിടന്ന മാനിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി എടുത്തുകൊണ്ടുപോയി. കരുവന്നൂർ വലിയ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇരിഞ്ഞാലക്കുട കുരുമ്പിശ്ശേരി സ്വദേശി വലിയ വീട്ടിൽ 20 വയസ്സുള്ള ഹരികൃഷ്ണനാണ് മരിച്ചത്. തൃശൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി സ്കൂബ ടീമും ഇരിഞ്ഞാലക്കുട ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഇല്ലിക്കൽ ഡാം പരിസരത്തു നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. പുഴയിൽ വീണ് കിടന്നിരുന്ന മരച്ചില്ലകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി. ബുധനാഴ്ച രാത്രി സുഹൃത്തുക്കൾക്ക് ഫോണിൽ സന്ദേശം നൽകിയാണ് യുവാവ് കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടിയത്. ഇരിഞ്ഞാലക്കുട, പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ്, സ്കൂബ ടീം 3 ദിവസങ്ങളിലായി നടത്തിയ തിരച്ചിലിൽ ആണ് മൃതദേഹം കണ്ടെത്താനായത്. തൃശൂരിൽ ഡിപ്ലോമ വിദ്യാർത്ഥിയായിരുന്നു ഹരികൃഷ്ണൻ. കൊടുങ്ങല്ലൂരിൽ സ്വയം ഹിപ്നോട്ടിസത്തിന് വിധേയരായ 4 വിദ്യാർത്ഥികൾ ബോധരഹിതരായി. പുല്ലൂറ്റ് വി കെ രാജൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെള്ളിയാഴ്ച ഉച്ചഭക്ഷണ സമയത്തായിരുന്നു സംഭവം.
4 വിദ്യാർത്ഥികളാണ് സ്വയം ഹിപ്നോട്ടിസം നടത്തിയത്. മറ്റു ചില കുട്ടികളുടെ സഹായത്തോടെ കഴുത്തിലെ ഞരമ്പിൽ ബലം പ്രയോഗിച്ചതോടെയാണ് കുട്ടികൾ ബോധരഹിതരായി വീണത്. ആദ്യം 3 വിദ്യാർത്ഥികളാണ് ബോധരഹിതരായത്. ഇവരെ അധ്യാപകരും PTA ഭാരവാഹികളും ചേർന്ന് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു. ഇതിനിടയിലാണ് മറ്റൊരു വിദ്യാർത്ഥി കൂടി ബോധരഹിതയായത്. 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. യൂട്യൂബിൽ കണ്ട വീഡിയോ കുട്ടികൾ പരീക്ഷിച്ചതാണെന്നാണ് സൂചന. കുട്ടികൾ ബോധരഹിതരായതിനെ തുടർന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികളിലെ ഇത്തരം പ്രവണതകൾ ഒഴിവാക്കാൻ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് PTA പ്രസിഡന്റ് TA നൌഷാദ് പറഞ്ഞു. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ പലചരക്ക് കട കുത്തിത്തുറന്ന് മോഷണം. 20,000 രൂപ നഷ്ടപ്പെട്ടു. കട തുറക്കാനെത്തിയ ജീവനക്കാരിയാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. കടയുടെ ഷട്ടറിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത്. കടയുടമ കൂരിക്കുഴി സ്വദേശി കണക്കാട്ട് കൃഷ്ണന്റെ പരാതിയിൽ കയ്പമംഗലം പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൂച്ചിന്നിപ്പാടം മുതൽ ഊരകം വരെയുള്ള റോഡിൽ ഞായറാഴ്ച മുതൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ റോഡിന്റെ ഒരു ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്യുക. ഗതാഗത നിയന്ത്രണത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഊരകം സെന്ററിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ചേർപ്പിലെത്തി പെരുമ്പിള്ളിശ്ശേരി വഴി കടന്നുപോകണം. തൃശൂരിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ നിലവിലുള്ള റോഡ് മാർഗം തന്നെ പോകേണ്ടതാണ്. ഒല്ലൂർ ആനക്കല്ല് ഭാഗത്തു നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തിരുവള്ളക്കാവ് കിഴക്കേനട വഴി കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിലേക്ക് കയറണം. ചേലക്കര നാട്യൻചിറയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ചേലക്കര നാട്യൻചിറ പൂങ്ങോട്ടിൽ 65 വയസ്സുള്ള അബൂബക്കറാണ് മരിച്ചത്. 3 ആഴ്ച മുൻപായിരുന്നു അപകടം. പഴയന്നൂർ സ്റ്റേഷനിലെ ഹോംഗാർഡ് ഓടിച്ചിരുന്ന വാഹനമാണ് വയോധികനെ ഇടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ വയോധികനെ ആശുപത്രിയിൽ എത്തിക്കാതെ അപകടം നടന്നതിന് ശേഷം ഹോംഗാർഡ് സ്ഥലത്തു നിന്നും പോയത് വാർഡ് അംഗത്തിന്റെയും നാട്ടുകാരുടെയും പരാതിക്ക് ഇടയാക്കിയിരുന്നു. ചാവക്കാട് കോട്ടപ്പുറം മരമില്ലിനു സമീപം ബസും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോ ടാക്സി മതിലിൽ ഇടിച്ചു. പരിക്കേറ്റ ഓട്ടോ ടാക്സി ഡ്രൈവർ തിരുവത്ര പുത്തൻപുരയിൽ അബ്ദുൾ അസീസ്, ബസ് യാത്രക്കാരനായ ആലുംപടി സ്വദേശി അനയ് കൃഷ്ണ എന്നിവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് നിന്ന് പൊന്നാനിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും ചാവക്കാട് ഭാഗത്തേക്ക് പോയിരുന്ന ഓട്ടോ ടാക്സിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയ വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു. വെള്ളിയാഴ്ച രാത്രി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ആണ് സംഭവം. ചേലൂർ സ്വദേശിയായ ഗീതാരവിയുടെ മാലയാണ് പൊട്ടിച്ചത്. വൈദ്യുതി പോയ സമയത്താണ് മോഷ്ടാവ് മാല പൊട്ടിച്ച് ഓടിയത്. ഏതാനും സമയത്തിന് ശേഷം ദേവസ്വം ഓഫീസിന് സമീപത്തായി ബോധരഹിതനായി കയ്യിൽ മാലയോടെ മോഷ്ടാവിനെ നാട്ടുകാർ കണ്ടെത്തി. ചെമ്മണ്ട സ്വദേശി മണികണ്ഠനെയാണ് അവശനിലയിൽ കണ്ടെത്തിയത്. പോലീസെത്തി മോഷ്ടാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിഞ്ഞനൂർജം സോളാർ ഗ്രാമ പദ്ധതിയുടെ 3ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശങ്ങളുമായി KSEB ചെയർമാൻ ബിജു പ്രഭാകർ. KSEB പെരിഞ്ഞനം സെക്ഷൻ ഓഫീസിൽ നടന്ന യോഗത്തിൽ ബിജു പ്രഭാകർ നിർദ്ദേശങ്ങൾ പങ്കുവച്ചത്. കേരളത്തിലെ മുഴുവൻ ഉപഭോക്താക്കളും വൈകുന്നേരങ്ങളിൽ വൈദ്യുതി കൂടുതലായി ഉപയോഗിക്കുമ്പോൾ വരുന്ന വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിനും ഉയർന്ന ചിലവിൽ പുറത്തുനിന്ന് പീക്ക് ടൈമിൽ വൈദ്യുതി വാങ്ങുമ്പോഴുള്ള സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിലേക്കായാണ് ചെയർമാൻ പുതിയ നിർദ്ദേശം വെച്ചത്. ഓരോ ഉപഭോക്താവും ബാറ്ററിയിൽ ചാർജ് സംഭരിച്ച് വൈകുന്നേരം 6 മുതൽ 11 വരെ KSEBക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലാക്കുന്ന പദ്ധതിയാണിത്. ഇതിനായി CSR ഫണ്ടുകളും KSEBയുടെ സഹകരണവും ഉണ്ടായിരിക്കും. ഇപ്പോൾ 735 വീടുകളിൽ നിന്നായി പ്രതിമാസം 3 മെഗാവാട്ട് പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 3 മെഗാവാട്ട് സംഭരിക്കാൻ ആവശ്യമായ ബാറ്ററികളിൽ സ്ഥാപിച്ച ഈ വൈദ്യുതി വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കുന്നതിലേക്കായാണ് ചർച്ച നടന്നത്. KSEB ഡിവിഷൻ മാനേജർ സുദർശൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉപഭോക്തൃ സമിതി അംഗങ്ങൾ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്, സർക്യൂട്ട് ടെക്നോളജിയിലെ പ്രവർത്തകർ, KSEB ജീവനക്കാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, കയ്പമംഗലം. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവർക്കും 100% വിജയം നേടിയ സർക്കാർ സ്കൂളുകൾക്കുമുള്ള മാള കേബിൾ വിഷന്റെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പുരസ്കാര വിതരണ ചടങ്ങ് ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. VR സുനിൽകുമാർ MLA അധ്യക്ഷനായി. മലയാളം 24 ചാനൽ മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ്, സിഡ്കോ ചെയർമാൻ K വിജയകൃഷ്ണൻ,
മാള പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CP ഉദയൻ, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, കേരള വിഷൻ തൃശൂർ ചെയർമാൻ PM നാസർ, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ്, COA മാള മേഖലാ പ്രസിഡന്റ് CP പ്രദീപ്, മാള കേബിൾ വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ വർഗീസ് കടിച്ചീനി, കുഞ്ഞുമോനും കുഞ്ഞുമക്കളും എന്ന യൂട്യൂബ് വ്ളോഗർ ജിജോ ജോർജിനെയും കുടുംബത്തിനെയും മീഡിയ ടൈം സീനിയർ ക്യാമറാമാൻ MS ടോജോയെയും പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. ചാലക്കുടി വെട്ടിക്കുഴി ചൂളക്കടവ് റോഡ് രണ്ടുകൈയിലേക്ക് തുറന്നു നൽകണമെന്ന് നാട്ടുകാർ. ചൂളക്കടവിലെ ജനങ്ങൾക്ക് ബസ് ലഭിക്കുന്നതിന് വെട്ടിക്കുഴിയിലോ 3/4 കിലോമീറ്റർ ദൂരത്തുള്ള രണ്ടുകൈയിലോ എത്തിച്ചേരണം. ചൂളക്കടവിൽ നിന്ന് 2 കൈ വരെ നടവഴി ഉണ്ടെങ്കിലും ഫോറസ്റ്റ് വക ഭൂമിയായതിനാൽ ഇതിലൂടെയുള്ള യാത്ര നിരോധിച്ചിരിക്കുകയാണ്. മലയോരത്തെ സ്ഥിരതാമസക്കാരായ നാട്ടുകാർക്ക് ഈ റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്നാണ് ആവശ്യം. 1987 ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് 8 മീറ്റർ വീതിയിൽ റോഡ് ടാറിംഗ് ചെയ്തിരുന്നു. കോടശ്ശേരി അതിരപ്പള്ളി പഞ്ചായത്തിലെ ഗിരിജൻ കോളനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പാലയൂർ സെയിന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് തുടക്കമായി. കൂടുതൽ ശുശ്രൂഷയ്ക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വെല്ലൂരാൻ കാർമ്മികത്വം വഹിച്ചു. ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴ, ഫാദർ ഡെറിൻ അരിമ്പൂർ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചതിരിഞ്ഞ് 2 നടക്കുന്ന സമൂഹ മാമോദിസയ്ക്ക് മാർ ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിക്കും. കേരള വിദ്യാർത്ഥി ജനത ജില്ലാ കൺവെൻഷൻ ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി ജനത ജില്ലാ പ്രസിഡന്റ് സ്റ്റെബിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. യുവജന ജനതാദൾ S സംസ്ഥാന ജനറൽ സെക്രട്ടറി P നൌഫൽ, വിദ്യാർത്ഥി ജനത സംസ്ഥാന ട്രഷറർ SV ഹരിദേവ്, യുവജനതാദൾ S ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ വാഴപ്പള്ളി എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തു. തൃപ്രയാർ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് ശൗചാലയത്തിന് മുന്നിൽ BMS തൃശൂർ ജില്ലാ ബസ് തൊഴിലാളി യൂണിയൻ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. ഭാരതീയ മസ്ദൂർ സംഘ് ബസ് തൊഴിലാളി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി UV ശ്രീവാസ് ഉദ്ഘാടനം ചെയ്തു. മൈക്കിൾ പുലിക്കോട്ടിൽ, CM ഷംസുദ്ദീൻ, MV അഭിലാഷ്, PS സലീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക, തുടർച്ചയായ 6 പ്രവൃത്തി ദിനങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA വലപ്പാട് ഉപജില്ലയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. തൃപ്രയാർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ധർണ KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് T വിനോദിനി ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് NK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ സെക്രട്ടറി TV വിനോദ്, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PB സജീവ്, ശാരിക സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ ഓർമ്മയാചരണം നടത്തി. ദിവ്യബലിക്ക് ഫാദർ സ്റ്റാഴ്സൺ കള്ളിക്കാടൻ, ഫാദർ തോമസ് ചൂണ്ടൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. KCBC മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. കൊടകര സെയിന്റ് ജോസഫ് ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. മദ്യവിരുദ്ധ സമിതി യൂണിറ്റ് പ്രസിഡന്റ് സിജോ ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി അന്തോണിക്കുട്ടി ചതലൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ സെബിൻ വാഴപ്പള്ളി, സമിതി സെക്രട്ടറി ബിനോയ് മംഗലൻ തുടങ്ങിയവർ സംസാരിച്ചു.
UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ 50ഓളം കുട്ടികൾ പങ്കെടുത്തു. UP വിഭാഗത്തിൽ ആൽബ സോണിയും ഹൈസ്കൂൾ വിഭാഗത്തിൽ ആഞ്ചലിൻ മരിയ ജിന്നിയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. സമസ്ത കേരള വാരിയർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമാജം സംസ്ഥാന പ്രസിഡന്റ് PK മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി VV മുരളീധര വാര്യർ, ട്രഷറർ VV ഗിരീശൻ, സംസ്ഥാന സെക്രട്ടറി AC സുരേഷ്, T. സേതുമാധവൻ, ഗീത R. വാര്യർ, K. ഉണ്ണികൃഷ്ണ വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം കഴിയുന്നത്. മാള പഞ്ചായത്തിലെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. തിങ്കളാഴ്ച കുടിവെള്ളത്തിന്റെ പണം അടയ്ക്കാമെന്ന് പ്രസിഡന്റ് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചതെന്ന് ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കുടിവെള്ളത്തിന്റെ പണം അടയ്ക്കാത്തതിനെ തുടർന്ന് 2 ദിവസം മുൻപ് മാള പഞ്ചായത്തിലെ കുടിവെള്ള വിതരണം ജലസേചന വകുപ്പ് നിർത്തിവച്ചിരുന്നു. മെയ് മാസത്തിൽ മാത്രം മാള പഞ്ചായത്ത് 5,80,143 രൂപയാണ് അടയ്ക്കാനുള്ളത്. 2 ദിവസം അവധിയായതിനാൽ തിങ്കളാഴ്ച പണം അടയ്ക്കാമെന്ന് പ്രസിഡന്റ് ബിന്ദു ബാബു അറിയിച്ചതിനെ തുടർന്നാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചത്. VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ പെരിങ്ങോട്ടുകര മൂന്നുംകൂടിയ സെന്ററിൽ പ്രവാസി വ്യവസായി CP സാലിഹിന്റെ സ്ഥലത്ത് പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു. മുൻ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. KK രാജേന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ബാബു വിജയകുമാർ, വിൽസൺ പുലിക്കോട്ടിൽ, KP സന്ദീപ്, CR മുരളീധരൻ, MV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അതിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളിപ്പോൾ ഇന്ന് പുതിയതായി ഇവിടെ ഉള്ള ഈ സ്ഥലത്ത് ഇവിടുത്തെ തരിശായി കിടക്കുന്ന ഈ പ്രദേശം ഏകദേശം 2 ഏക്കറോളം ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. ആ സ്ഥലത്ത് നമ്മൾ ഓണത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ പാറളം പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും കോടന്നൂർ ആയുർവേദ ആശുപത്രിയും ദേശീയ അംഗീകാര നിറവിൽ. പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് NQAS സർട്ടിഫിക്കറ്റും കോടന്നൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് ദേശീയ അംഗീകാരമായ NABH സർട്ടിഫിക്കേഷനും ലഭിച്ചു. ദേശീയ അംഗീകാരം ലഭിച്ചതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ജനകീയ അനുമോദന സദസ്സ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, വിജി വനജകുമാരി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി TP, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്ക് അനുവദിച്ചു തരുന്നത് ആവശ്യമായ നടപടിയുണ്ടാവും. ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയില്ല. അതൊക്കെ മനസ്സുകൊണ്ടൊരു ചില വേദനകളുണ്ട്. പല പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് പോലും അതങ്ങനെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റാത്ത ചില അവസരങ്ങൾ. പിന്നെ പല ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിലൊക്കെ വളരെ രൂക്ഷമായി വിമർശിക്കുന്ന കൊടുത്തിട്ടാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ദേഷ്യമാണ്. എപ്പോഴും എന്റെ വർത്താനം കേൾക്കുമ്പോൾ ഞാൻ കോളേജിൽ വർത്താനം പറയുന്നത് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർ. വക്കാനുള്ളവർക്ക് കോളേജിൽ വർത്താനം പോലെ തോന്നുന്നു. എനിക്കങ്ങനൊന്നുമില്ല. നമ്മുടെ പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നൊന്നായി പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന മടിപ്പ്. ആലപ്പാട് പുള്ള് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. CC മുകുന്ദൻ MLA പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KV ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. ചാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി തിലകൻ, പഞ്ചായത്ത് അംഗം ഷില്ലി ജിജുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവരെയും ക്യുസാറ്റ്, കാറ്റ്, PG എൻട്രൻസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആദിത്യ P. കാർത്തികേയനെയുമാണ് കീർത്തി ഫലകവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചത്. ഗുരുവായൂർ GUP സ്കൂളിൽ പ്രതിഭാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രതിഭാ കേന്ദ്രം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സായിനാഥൻ ഉദ്ഘാടനം ചെയ്തു. BRC ട്രെയിനർ TS അജിത അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക CR സിന്ധു, PTA പ്രസിഡന്റ് CK രമേശ്, CRC കോർഡിനേറ്റർ അതുല്യ രഘുത്തമൻ, അധ്യാപിക സിജി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം 2 ആൾ ചുരുക്കിയിട്ട് നമ്മുടെ ഈ വിദ്യാലയത്തിൽ
ഈ പ്രതിഭാ കേന്ദ്രത്തിലെ മികവ് തങ്ങളുടെ ക്ലാസ് മുറിയിലെ അധ്യാപകർ. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക അക്കാദമിക് രംഗത്തെ പ്രതിഭകളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും അനുമോദിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആലുമിനി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ, കോലടി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി, അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, മുളങ്ങുത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു ദേവസി തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിൽ 80,000 അധ്യാപകർക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് കൈകാര്യം ചെയ്യാനായി പരിശീലനം നൽകിയിട്ടുള്ളത്. ലോകത്താദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഈ വരാനിരിക്കുന്ന സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാക്കി നമ്മുടെ അധ്യാപകരെ മാറ്റിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ സ്കൂൾ സിലബസ് ഇപ്പോൾ പരിഷ്കരിച്ചപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ സ്കൂൾ പാഠ്യക്രമത്തിന്റെ കൂടി ഭാഗമാക്കി മാറ്റി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,720 രൂപ, പവന് 53,760 രൂപ, വെള്ളി ഗ്രാമിന് 99 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,663 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വിശാഖപട്ടണത്തു നിന്ന് ട്രെയിൻ മാർഗം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 17 കിലോഗ്രാം കഞ്ചാവ് ചാലക്കുടി പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാൾ സ്വദേശി അറസ്റ്റിൽ. മുള്ളൂർക്കര കൊടക്കാടിക്കാവ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ചേലക്കര പങ്ങാരപ്പള്ളിയിൽ തെരുവുനായ്ക്കരുടെ ആക്രമണത്തിൽ പുള്ളിമാൻ ചത്തു. കരുവന്നൂർ വലിയ പാലത്തിൽ നിന്നും പുഴയിൽ ചാടി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൊരുമ്പിശ്ശേരി സ്വദേശി ഹരികൃഷ്ണനാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ ഹിപ്നോട്ടിസം ചെയ്ത് 4 വിദ്യാർത്ഥികൾ ബോധരഹിതരായി. പുല്ലൂറ്റ് വി കെ രാജൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് യൂട്യൂബിൽ നോക്കി ഹിപ്നോട്ടിസം പരീക്ഷിച്ചത്. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ പലചരക്ക് കട കുത്തി തുറന്ന് മോഷണം, 20,000 രൂപ കവർന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.